പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാം പറഞ്ഞു. പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകിയതിന് പിന്നാലെയാണ് കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. കുടുംബത്തിന്റെ പരാതി രേഖാമൂലം ലഭിച്ചിരുന്നുവെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാം പറഞ്ഞു. അച്ഛന്റെ കംപ്ലൈന്റ് കിട്ടിയ അടുത്ത ദിവസം തന്നെ നമ്മൾ അത് ആക്ട് ചെയ്തു. അതിനുള്ള കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാമായിട്ട് കംപ്ലൈന്റ് കിട്ടുമ്പോൾ അതിന്റെ ആദ്യത്തെ ഫോർമാലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ മെമ്മോ കൊടുക്കുകയും അവരുടെ രണ്ടുപേരുടെയും വാദങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലെന്ന് ക്ലാസ് ടീച്ചർ സമിത ഖാനും പറഞ്ഞു. ഇവർ ഈ പറയുന്ന കുട്ടികളെല്ലാം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ അടുത്ത മാസം ഇറങ്ങിപ്പോയിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവരെ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്ന മെച്ചൂർഡായിട്ട് പോകുന്ന കുട്ടികൾ. അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു. ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെയും അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോവല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണെങ്കിൽ പോയി. പക്ഷെ നമ്മളത് വീട്ടുകാരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മു വീണു മരിച്ച ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിരുന്നു. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.